എല്ലാവർക്കും അറിയാത്ത കയറി ഒളിച്ചാ. ഈ എലിമുള്ളി സുഖുവിനെ ആരും പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എലിമുള്ളി സുഖുവിനെ ആരും പറ്റിക്കാന്ന് വിചാരിക്കണ്ട. സുഖു നാട്ടുകാരെ പറ്റിച്ചാണ് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ സാധനങ്ങളൊന്നും എടുത്തോണ്ട് പോയില്ലേ? അപ്പൊ അവരെയും പറ്റിച്ച ഈ വീട്ടുകാര്. ആഹാ, ഊരൂലെന്നാ? അയ്യോ, ആരും ഇല്ല ഇവിടെ. കുടുംബത്തിൽ പറഞ്ഞ അന്തസ്സും ആഭിജാത്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എലിമുള്ളി സുഖമാണ് വിളിക്കുന്നത്. ഇറങ്ങി വാ ഇങ്ങോട്ട്. ഏതവനാടാ നേരം വെളുക്കുന്നതിന് മുമ്പ് വീടിന്റെ മുറ്റത്ത് വന്ന് കിടന്ന് ഈ ബഹളം വെച്ചോണ്ടിരിക്കുന്ന ഏതവനാടാ ഇത്? എന്നെ പിടികിട്ടിയില്ലേ? ഡിസംബർ 25 ക്രിസ്മസ്, അതിന്റെ തലേദിവസം ഈ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഓ, ഇപ്പൊ പിടികിട്ടി. ഇപ്പോഴെങ്കിലും പിടികിട്ടിയല്ല? അന്ന് നിങ്ങൾക്ക് ഞാൻ ദൈവദൂതനായിരുന്നു. അറിയായിരുന്നാ? എനിക്ക് മനസ്സിലായി. ആ, ഇപ്പഴും പിടികിട്ടിയല്ല. പറ. കരോളിന്റെ കൂടെ വന്ന പപ്പാനിയല്ലേ? കരോളിന്റെ കൂടെ വന്ന പപ്പാനിയല്ല, അപ്പാനി ശരത്ത്. നിങ്ങൾ വെടിയുണ്ടേ വിളി. വെടിയുണ്ട് തോക്കിനകത്താണ് നോക്ക്. അതല്ല, നിങ്ങളെ ഭർത്താവിനെ വിളി. ഞങ്ങൾ ആണുങ്ങളുമായിട്ട് സംസാരിക്കട്ടെ. വിളി അങ്ങോട്ട്, ഇറക്കി പിടിങ്ങോട്ട്. എടാ, കുടുംബത്തിൽ പറഞ്ഞ അന്തസ്സും ആഭിജാത്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. അങ്ങനെയാണ് ഈ കുടുംബത്തിൽ നിന്ന് ആരും വരിക. എന്തോ വേണോന്ന് പറഞ്ഞു. അല്ല, ഞാൻ വിളിക്കാം. അവനെ ഞാൻ വിളിച്ചിറക്കാം. കുഞ്ഞമ്മ, നിങ്ങളെ ഭർത്താവിന്റെ പേര് കുഞ്ഞപ്പ. ചോണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഞാൻ തന്നെടാ. ഓടല്. മൊബൈൽ ഫോണിന് എറിഞ്ഞിട്ട് ഓടല്. വാ. ആരാ ഇത്? മനസ്സിലായില്ല. 5 പൈസ കയ്യിലില്ലെങ്കിലും ആദ്യത്തിന് ഒരു കുറവുമില്ല. ആദ്യത്തെ കാണിച്ചല്ല, KCB-ക്കാര് പീസ് ഊരി കൊണ്ടുപോയിട്ട് 5 ദിവസമായി മനുഷ്യരിവിടെ ഉഷ്ണിച്ച് കഷ്ടപ്പെടുവാ. അവര് ഊരിക്കൊണ്ട് പോയാ? അല്ലെങ്കിൽ നിന്റെ ഫീസ് ഊരാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എടാ എറാ, പൈസ എടുക്ക. എന്റെ ആഭരണത്തിന്റെ എന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നേ. എടാ, നിന്റെ ഈ ആഭരണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കിട്ടുമ്പോ തരും. ന്യായം. എറാ, നിങ്ങളെ പ്ലാൻ എന്താണ്? പറ. എന്റെ പ്ലാൻ 349 രൂപ 2 GB ഫുൾ നൈറ്റ് നെറ്റ് കിടുക്കൻ. 1000 SMS ഫ്രീ. ആ പ്ലാനിന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ മകള് ഇട്ടോണ്ട് പോയ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. കഴിഞ്ഞ ക്രിസ്മസിന്റെ തലേദിവസം ഈ വീട്ടിൽ ഒരു കല്യാണം നടന്ന് ചെറുക്കന്റെ കഴുത്തി ഇടാ ഒരു 3 പവന്റെ കുറവ്. പൊന്മാ സിനിമയിലെ നായകൻ ചെയ്ത പോലെ ഞാൻ അങ്ങ് ചെയ്തു പോയി. എന്റെ കഴുത്തി കിടന്ന 3 പവന്റെ മാല ഊരി കയ്യിലോട്ട് കൊടുത്തപ്പോഴേ ഒരു ഉളുപ്പും ഇല്ലാതെയാണ് രണ്ടുപേരും വാങ്ങിച്ചത്. എന്നിട്ട് നീ ഒരു ഡയലോഗ് അടക്കാക്കുരുവി. റിസപ്ഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഊരി എന്റെ കഴുത്തിലോട്ട് ഇട്ട് തരാന്ന് നീ തന്നില്ലല്ല. നീ തരാതായപ്പോ എനിക്ക് പെരുത്ത് സങ്കടമായി, അറിയാമോ? നീ എന്തിനടാ ഇത്ര സങ്കടപ്പെട്ട് പെടുക്കാൻ പോയത്? സങ്കടപ്പെട്ട് പെടുക്കാൻ പോയ കാര്യമല്ല പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായി പോയെന്ന്. അടിക്കല്ലേ. വാക്ക് പറഞ്ഞ വാക്കാ, കിട്ടുമ്പോ തരും. കിട്ടുമ്പോ തരും. വാട്ടാന്ന് എവിടെ പോണ്ട നിങ്ങള്? ഇവിടെ എന്നെ വാട്ടാൻ വിളിക്കണം. വാട്ടിയേച്ചു വരാം. എടാ, സുഖുവിന്റെ കയ്യിൽ നിന്ന് ആഭരണം മേടിച്ചിട്ടുണ്ടെങ്കിൽ സുഖു തിരിച്ചു വാങ്ങിച്ചിരിക്കും. ഇപ്പൊ എന്തിനാ നടന്ന് വിളിക്കുന്നത്? അളിയാ, ഞാൻ ആ കല്യാണ വീട്ടിൽ നിൽക്കുകയാണ്. എടാ, എന്റെ ആഭരണം എല്ലാം ഊരി കൊടുത്തപ്പം വെട്ടിലായടാ. അപ്പൊ കിട്ടുമ്പോ തരുമെന്നാ എന്തോന്ന് ന്യായമല്ലേ പറയണ? കിട്ടുമ്പോ തരുമെന്ന് കഥയാ. അത് വലിയൊരു കഥയാണ് അളിയാ. ഒരു ഉഗ്രം ഫ്ലാഷ് ബാക്ക്. നിനക്ക് സമയം ഉണ്ടെങ്കിൽ കേള്. ഫ്ലാഷ് ബാക്ക്. തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടിയഴകുള്ളിവള. എന്റെ ദൈവമേ, ഒരു കല്യാണ വീടാകുമ്പോ എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് വേണം. ഒരു വീട്ടുകാരില്ല, ഒരു കൂട്ടുകാരില്ല, ഒരു കുടുംബക്കാർ, ഒരൊറ്റ മനുഷ്യരില്ല. എന്റെ കെട്ടിയോനാണെങ്കിൽ 3 മണി തൊട്ട് ആ നിലവറെ കിടന്ന് കഷ്ടപ്പെടുവാ പാചകക്കാരുടെ കൂടെ. അയ്യോ എന്റെ ചേട്ടനല്ലയോ അത്? എന്താ ചേച്ചി? ഗ്യാസ് ഉരുണ്ട് കയറി. നിങ്ങൾ ആ തലവറ നിൽക്കുവല്ലായിരുന്നു? ഒരു ഇച്ചിരി വെളുത്തുള്ളി എടുത്ത് കഴിച്ചുകൂടായിരുന്നോ? ആ ഗ്യാസ് അല്ലെന്ന് അടുപ്പ് കത്തിക്കാനായിട്ട് ഗ്യാസ് ഊറ്റിയെടുത്ത് ഇപ്പൊ കാലേന്ന് ഉരുട്ടി മേളിലേക്ക് കയറി ഇതേ വഴി അങ്ങ് പോയടി. നിങ്ങൾ ഈ ഗ്യാസ് ഉരുട്ടി കളിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഒരു പെങ്കൊച്ചിന്റെ കല്യാണമാ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? നീ അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട. എന്റെ കൊച്ചിന്റെ കല്യാണം നടത്താനായിട്ട് ഈ മാളികപ്പുറത്ത് കുഞ്ഞപ്പൻ 10 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ടുണ്ടോ? കടബാധ്യത ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇതൊക്കെ ആര് വീട്ടൊന്നും പറഞ്ഞ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? 10 ലക്ഷം രൂപയുടെ കടബാധ്യത എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അന്തസ്സായിട്ട് അത് നീ വീട്ടിയിരിക്കും. ഞാനോ? അപ്പൊ നിങ്ങൾ എന്തോത്തിനാ ഞാൻ ഇവിടെ കെട്ടിയത്? ഗൾഫിൽ കിടന്ന് ഇങ്ങാരെ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടില്ല. ഇവിടുന്ന് മേളിലോട്ടൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. പൗരുഷത്തിന്റെ പ്രതീകമായ ആ ഫോട്ടോ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് നേരെ ഞാൻ കല്യാണ മണ്ഡപത്തിൽ പോയിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഇവിടെ കല്യാണം കഴിക്കാനുള്ള ഒരൊറ്റ ആഗ്രഹമായിട്ട് ഓടി വിളിച്ച് ഞാൻ അവക്കടെ അടുത്തിയെന്ന്. കണ്ട വഴി വാരി കൂട്ടിയെടുത്ത് ഒരു 3 അമ്മയും 3 മഞ്ചും. എന്നിട്ട് ഒരു ആന്റിക്ക് തിരക്കാണ് പുള്ള പോയി കളിച്ചോളാൻ. എന്നിട്ട് ഞാൻ നിങ്ങളെ തന്നെയല്ലോ കെട്ടിയത് മനുഷ്യ? കെട്ടി അതോടെ ഞാൻ പെട്ടല്ല. മിണ്ടരുത്. ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊച്ചമ്പലത്തിൽ പോയേക്കുവാ. അതെ,
കല്യാണ വീടാ, ആൾക്കാരും വന്നിട്ടില്ല. ഇല്ലെന്നേ. കേട്ടോ, ഏ? ഒന്ന് അകത്തോട്ട് വന്നേന്ന്. നീ എന്നെ ഈ പറയണേ? എരിവുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ വരുന്ന ഒരു നേരവും കാലമൊക്കെ ഇല്ലേ? പറയുന്നേ ഇങ്ങനെ ഇഷ്ടം പോലെ സമയം ഉണ്ടായില്ലോ. അതല്ലെന്ന്. പിന്നെ 20 പവൻ സ്വർണ്ണം അവിടെ ഇരിപ്പുണ്ടോ? ആ, എനിക്ക് ആ സ്വർണ്ണം എല്ലാം എടുത്തിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം ചേട്ടാ. വലിച്ച് എന്റെ ചിന്ത ഏരീക്കിടയൊക്കെ എനിക്ക് ആ സ്വർണ്ണം എടുത്തിടണം. ഓ, എന്തെങ്കിലും കാണിക്ക്. എന്റെ ഒരു മിനിറ്റ്. അയ്യോ, ഇതെന്തോ തന്നെ എടുക്കുന്നേ? എടി 4 വാർപ്പാണ് അവിടെ വെള്ളം നിറച്ച് കഴുകാൻ വേണ്ടി വെച്ചേക്കണത്. ഇനി ട്യൂബ് എടുക്കേണ്ട കാര്യം എന്തുവാ? സേഫ്റ്റി ഇല്ലാണ്ട് അങ്ങോട്ട് ചെന്ന് ചാടി മാറ്റി നീ ഇന്ന് തന്നെ വെള്ളം ഷാമിയാനെ മാറ്റി ഇവിടെ നീല ടാർപ്പായം കെട്ടേണ്ടി വരും. കെട്ടണോ? വേണ്ട വേണ്ട, കെട്ടണോ? ഞാൻ എടുക്കാം. നിങ്ങളെ എടുക്കാൻ ടയർ ഞാൻ എടുക്കാന്നാ പറഞ്ഞു. അതും വലിച്ചു. അളിയൻ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ആ കല്യാണ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. സുഖുന്റെ സ്വഭാവം അറിയല്ല, മാക്സിമം ഉള്ള സ്വർണം രാത്രി ഞാൻ അടിച്ചു മാറ്റുന്നു. നേരം വെളുത്ത് നമ്മൾ അവിടെ സേലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഓക്കെ അളിയ, ആരോ പറഞ്ഞു ആരടി കാലത്ത് തന്നെ വീട്ടിൽ കിടന്ന് കിടക്കണത്? ആരാ? അച്ഛാ. അച്ഛനാ? അച്ഛൻ എന്നെ മറന്ന അച്ഛാ. അച്ഛനാ? ഓർമ്മയില്ലേ? ഇത് ഏത് വകുപ്പില്? ഇനി വയനാട് പണിക്ക് പോയ അതാവൂല. നീ ആരാ? അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ? ഞാൻ ഉണ്ണിയുടെ ഏറ്റവും അടുത്ത ആളാണ്. മുട്ടയുടെ വെള്ള അത് പറ. മുട്ടയുടെ വെള്ള എന്നല്ല പറഞ്ഞത്, അങ്ങ് ദുബായിലുള്ള ഉണ്ണിയില്ലേ, ആ ഉണ്ണിയുടെ കൂട്ടുകാരനാണ്. ഉണ്ണി ഇവിടെ വരാത്തോണ്ട്, ലീവ് ഇല്ലാത്തത് കൊണ്ട് കല്യാണം കൂടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ? ഉണ്ണി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു കൂട്ടുകാരൻ വരും, ഇവിടെ സഹായിക്കാൻ വേണ്ടി വരും. അവന് ലീവില്ല. അവന് എപ്പോഴാടാ ഈ ലീവും ജോലിയൊക്കെ ഉണ്ടായത്? ഈ അച്ഛനുണ്ടല്ലോ, ചെറുപ്രായത്തില് കുറെ ഉണ്ടാക്കിയതാ. സുഖിയനാ? എന്ത് ചെറുപയറ് കൊണ്ട് അന്തരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ചെറുപയറ് വെച്ച ഉണ്ടാക്കിയ കാര്യമല്ല പറഞ്ഞേ, ചെറിയ പ്രായത്തില് കുറെ കാശുണ്ടാക്കിയതാന്ന്. അങ്ങനെ ഉണ്ടാക്കി. എന്തായാലും അച്ഛൻ ടെൻഷൻ അടിക്കാതെ, ഉണ്ണിയുടെ സ്ഥാനത്ത് ഞാൻ വന്നല്ലോ അച്ഛാ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വന്നേ. എന്നെ സെൽഫി എടുത്തിട്ട് കിട്ടിയില്ലേ? അതല്ലെന്ന്, നിങ്ങളുടെ പെങ്ങള് സുഭദ്ര എന്നെ പറ്റിച്ചെന്ന്. സുഭദ്ര അപ്പനെ ചതിക്കും. ഇതെന്തോ കളിക്കുവോ? അതല്ല, സുഭദ്ര എന്നെ പറഞ്ഞു നമ്മുടെ കൊച്ചിന്റെ കല്യാണത്തിന് 20 പവൻ സ്വർണ്ണമല്ലേ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. 17 അല്ലേ നമ്മുടെ കയ്യിലുള്ള. 3 പവൻ സ്വർണം സുഭദ്ര തരാന്നേറ്റത്. ഇപ്പൊ അവള് തരത്തില്ലെന്ന്. എന്റെ കല്യാണം വട്ടം പൊളിച്ചേ. ഇനിയിപ്പോ നമ്മൾ എനിക്ക് അറിയത്തില്ല. എന്ത് ചെയ്യും? ഇതാരാ? ത്രികോണം. അതല്ല, മറ്റേ സണ്ണിയുടെ കൂട്ടുകാരെ. സണ്ണിയുടെ? സണ്ണിയാ, അവന്റെ പേരെന്താണ്? നമ്മുടെ ഉണ്ണിയുടെ കൂട്ടുകാരൻ. അമ്മ, മക്കളെ, ചേട്ടാ മാല. ഇപ്പൊ നീ മനസ്സ് വിചാരിച്ച നിന്റെ പെങ്ങളുടെ കല്യാണം. ഇത് എത്ര പവനുണ്ട്? ഇത് 3 ശിഷ്ടം. ശിഷ്ടം അവിടെ നിൽക്കട്ടെ, 3 മതി. മക്കളെ, ഈ മാല നീ ഇപ്പൊ തരുന്നു, നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തുന്നു, വൈകിട്ട് റിസപ്ഷന് പോകുന്നു, മാല നിനക്ക് തിരിച്ചു തരും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ അതിനൊന്നും അല്ല വന്നത്. വൈകുന്നേരം 20 പവൻ തികച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്നിവിടെ ഈ കല്യാണം മുടങ്ങും. നാളെ രാവിലെ നീ ഈ പന്തലിൽ ഒരു ഏത്തക്കായ കൊലയും ഒരു പൂവൻ കൊലയും തൂങ്ങി നിന്നാടുന്നത് കാണും. നമ്മള് എന്തായാലും ഞാൻ കാരണം നിങ്ങൾ മരിക്കണ്ട. ഒരു കാര്യം പറയട്ടെ, ഇത് എപ്പ നിങ്ങൾ തിരിച്ചു തരും? റിസപ്ഷൻ കഴിഞ്ഞാ അപ്പൊ തിരിച്ചു തരും. അപ്പഴേ എന്നെ ഊരി എന്റെ കയ്യിലോട്ട് തരും. എനിക്ക് പറഞ്ഞ ഞാൻ അതിനല്ല കേട്ടാ വന്നത്. നിന്നെ അച്ഛാ, മാലതാ കൊണ്ടുപോണേ, എന്റെ മാലതാ കൊണ്ടുപോണേ. അയ്യോ, ആല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവളയിലിരിക്കും. നീ ഉണ്ണിയുടെ കൂട്ടുകാരനെ ഇവിടെ സഹായിക്കാൻ വേണ്ടി വന്നല്ലേ? ഓ, തന്നെ എന്ത് സഹായം ചെയ്യും? ഇവിടെ എന്തോരും പണിയുണ്ടെന്ന് അറിയാമോ? അവിടെ എന്ത് പണിയും ഞാൻ ചെയ്യും. അപ്പുറത്തേക്കല്ലേ 750 തേങ്ങ പൊതിക്കാനുണ്ട്. അത് പൊതിച്ചിട്ട് പെട്ടെന്ന് വന്നാൽ അപ്പൊ തന്നെ അടുത്ത പണി അങ്ങ് വരാം. 750 തേങ്ങ? ഞാൻ പോണ വഴിക്ക് ഒരു 4000 ഇല വെട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് തുടയ്ക്കണം. അത്രേ ഉള്ളല്ലേ? 750 തേങ്ങ ഞാൻ പൊതിച്ചിവിടെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ പറഞ്ഞ 4000 ഇലയില്ലേ, അതിൽ വലിയൊരു ഇല, വൃത്തിയുള്ള ഇല തുടച്ച് വൃത്തിയാക്കി ഇവനെ ഞാനൊരു കിടത്തലുണ്ട്. നോക്കിക്കോ, നിനക്കെന്നെ അറിഞ്ഞൂടാ തേങ്ങ എവിടെ ഇരിക്കണത്. അയ്യോ, എന്റെ തേങ്ങ. ചേട്ടാ, ആ വഴക്കുണ്ടാക്കാൻ വന്നോ പോയെന്നാ തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ കിടന്ന് 2 ഒച്ച എടുത്ത് കഴിഞ്ഞപ്പോ അവൻ പോയ വഴിക്ക് പുല്ല് പോലും കളി. നിങ്ങൾ എന്റെ മുത്തല്ലേ? പിന്നെ അല്ല. പക്ഷെ എന്നാലും അവനെ അത്രയും പറ്റിച്ചത് ശരിയായില്ല നമ്മള് കേട്ടോ. അതപ്പ തന്നെ എനിക്ക് തോന്നിടേ. ഒരു കാര്യം ചെയ്താലോ, അവരെ തിരിച്ചു വിളിച്ച് ശരിക്കൊന്ന് പറ്റിച്ചങ്ങോട്ട് വിട്ടാലോ. നമ്മൾ ഒരാളെ പറ്റിക്കാൻ പാടുണ്ടോ? പാടില്ല. എല്ലാം കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. എന്തോ വേണം, ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യണം? എല്ലാം ഞാൻ ഉടച്ചു വെച്ച് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു.
എല്ലാം വാങ്ങിച്ചോണ്ടേ ഞാൻ പോകുള്ളൂ. എട് 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 എന്തോന്ന്? കാര്യം പറ. എടാ എന്നെ നിന്നെ എടുക്കാനല്ല, പിന്നെ എന്റെ ആഭരണം എവിടെ, അല്ലെങ്കിൽ പൈസ എട്. എന്റെ മോളെ വിളിച്ച എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് പോകുന്നു. നിങ്ങളുടെ മാല വാങ്ങിച്ച് ഞാൻ തിരിച്ചു തരുന്നു. എനിക്കൊരു കാര്യം, മോളെ വിളിച്ച് സ്വർണ്ണമാല വാങ്ങിച്ചോണ്ടോ, ഞാൻ പോട്ട്. എടാ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഒക്കെ റെഡിയാക്കിയുള്ള സെറ്റപ്പ് ആയിരുന്നു. ചെറിയൊരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നം പറ? വണ്ടിക്കാശില്ല. വണ്ടിക്കാശില്ല, അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുപോയി കൊടുക്കണ്ടേ? 500 രൂപയുടെ കേസ്, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. 500 രൂപയോ? പിന്നെ? എടാ ആദ്യമായിട്ട് ഒരു പെങ്കൊച്ചിനെ ഇവിടുന്ന് കല്യാണം അഴിച്ചു വിട്ടിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോ 10-45 പേര് പോണം. ട്രാവലർ വിളിക്കണം. ഈ കാശൊക്കെ എവിടുന്നാന്ന് പറഞ്ഞാ 10-15,000 രൂപയാണ് അതിന്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമല്ലേ, മിനിമം ഒരു ഫ്രിഡ്ജ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഫ്രിഡ്ജാ? ആ അതിന് എന്റെ പൈസ എവിടെ ഇരിക്കുന്നു? പോടാ കള്ള പറഞ്ഞു നുണ പറയാതെ. എന്റെ അമ്മയാണ് എന്റെ ഇല്ല. കാശുണ്ട് എന്റെ ഇല്ല. നിന്റെ കയ്യിൽ കാശില്ല, പക്ഷെ നിന്റെ കാതിൽ കാശുണ്ട്. കാതിൽ എവിടെ കിടക്കണേ? മക്കളിങ്ങ് വാ, അച്ഛൻ പറയട്ട്. മോന്റെ ഈ കാതിൽ കിടക്കണ കടുക്കനില്ലേ, ഈ കടുക്കൻ മോൻ ഇങ്ങോട്ട് ഊരി തരുന്നു. ചാച്ചനത് കൊണ്ട് പണയം വയ്ക്കുന്നു, പൈസ മേടിക്കുന്നു, കാര്യങ്ങൾ നടത്തുന്നു, തിരിച്ചു വരുന്നു, മാല കൊണ്ട് തരുന്നു. ഭയങ്കര ബ്രില്യന്റ് വർക്ക് തന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ട്. ആകെ കൂടെ മിച്ചമുള്ള ഈ കടുക്കനും കൂടെ ഞാൻ ഊരി നിങ്ങളുടെ കയ്യിലോട്ട് തന്നിട്ട് വേണം നീയൊക്കെ എന്നെ കൊടുക്കാൻ. അല്ലാണ്ട് പിന്നെ എന്റെ പേര് കറക്റ്റാവോ? എന്തോന്ന്? ഊടായിപ്പ് കുഞ്ഞപ്പൻ. ഊടായിപ്പുകൾ തുടരും എന്ന് വെച്ചാ മനസ്സിലായില്ല. എടാ നീ കള്ളനാണെങ്കിലേ കള്ളന് കഞ്ഞി വച്ചവനാടാ ഞാൻ. കുഞ്ഞപ്പാ